അസുര താണ്ഡവം. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവൾക്ക് അടങ്ങാനാവാത്ത സന്തോഷം തോന്നി. പ്രീതി സത്യാണോ? എന്റെ ആദി അവൻ വന്നോ? എന്നെ കാണാവൻ വന്നോ? പ്രീതി വന്നു. താഴെ മുത്തശ്ശിയുടെ കൂടി ഇരുന്നിരുന്നു. ഇപ്പൊ അങ്ങ് മുറിയിലേക്ക് കയറി. സത്യം പറയാലോ, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നല്ല. എന്ത് ലുക്കാണെന്നോ! ആ ബോഡി, ആ സ്റ്റൈല്, ഓ പറയണ്ട, വെരി വെരി ഹാൻസം. പ്രീതി പറയുന്നതെല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ട് പുറത്തേക്ക് ഓടാൻ നിന്നു. പെട്ടെന്ന് നിന്ന് തന്റെ ഡ്രസ്സിലേക്ക് നോക്കി. ഒരു ടീഷർട്ടും ഷോർട്സുമാണ് അവിടെ വേഷം. പ്രീതി നീ പൊക്കോ, ഞാനിപ്പോ വരാം. പ്രീതി പുറത്തേക്ക് ഇറങ്ങിയതും ഡോറടിച്ച് കബോർഡ് തുറന്ന് അതിൽ നിന്നൊരു ബ്ലാക്ക് കളർ സാരി എടുത്തു. പെട്ടെന്ന് ഡ്രസ്സ് മാറി കണ്ണാടിക്കുമ്പിൽ നിന്ന് ലിപ്സ്റ്റിക്കും കുറച്ച് മേക്കപ്പും ചെയ്ത് ഒരുങ്ങി. സാരിക്കിടയിലൂടെ വയർ മുഴുവനായി പുറത്ത് കാണാം. സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസ് എല്ലാം കൂടെ ഒരു മോഡേൺ ലുക്കിൽ പുറത്തേക്ക് ഇറങ്ങി അവൾ ആദിയുടെ മുറിയുടെ മുമ്പിലായി വന്ന് നിന്നു. സന്തോഷത്തോടെ ചാരി വെച്ച കതക് തുറന്ന് അകത്തേക്ക് കയറി. കുളി കഴിഞ്ഞൊരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയ ആദി തന്റെ പിടിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വസുവിനെ കണ്ടതും അവളെ നോക്കി നിന്നു. വസു, നീ എന്താ ഇവിടെ? അവന്റെ നാവിൽ നിന്ന് വസു എന്ന് കേട്ടതും അവൾക്ക് പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത സന്തോഷം തോന്നി. അത് പിന്നെ അല്ല, ആദിക്ക് എന്നെ ഓർമ്മയുണ്ടോ? എന്നെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ശരിയാ, ഇങ്ങോട്ട് വരാറില്ലെങ്കിലും അമ്മ പറയാറുണ്ട്. ഫോട്ടോയും കാണിച്ചു എല്ലാവരുടെയും. ഓ അത് ശരി. ഞാൻ കരുതി ആദിക്ക് എന്നൊക്കെ അറിയില്ലായിരിക്കുന്നു. യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? യാ ഫൈൻ. ആദിക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനുണ്ടാവും. ഓക്കെ, നോ ഐ എം വെരി ടയേർഡ്. ലെറ്റ് മീ ഗോ ടു ബെഡ്. സോ യു ഗെറ്റ് ഔട്ട്. തന്നെ കണ്ടിട്ട് അവന് വലിയ ആശ്ചര്യം തോന്നാത്തവന്റെ സംസാരം കേട്ട് അവിടെ മുഖമൊന്ന് മങ്ങി. ഓക്കെ ആദി പറഞ്ഞുകൊണ്ട് മങ്ങിയ മുഖത്തോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. വസു, പുറകിൽ നിന്ന് അവന്റെ വിളി കേട്ട് അവൾ സന്തോഷത്തോടെ തിളക്കമാർന്ന മിഴികളോട് തിരിഞ്ഞു നോക്കി. I don't like to enter into my room. Either I have my own privacy. So, don't come here without my permission. Okay? ഓക്കെ ആദി. സോറി, ഞാൻ ആദ്യം വന്നു എന്ന് പറഞ്ഞപ്പോൾ കാണാനുള്ള കൊതി കൊണ്ട് വന്ന. ഇനി ചെയ്യില്ല. ഓക്കെ, see you later. അത്രയും പറഞ്ഞ ആദി ഡോറടിച്ചു. തൻ്റെ മുഖത്തേറ്റ അടി പോലെ തോന്നി അവൾക്ക്. ഇല്ല ആദി, ഈ മുറിയിലെന്നല്ല, നിന്റെ മനസ്സിലും അനുവാദം കൂടെ കയറി വരാൻ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ആദി. ഈ വസുമതി, എല്ലാവരുടെയും വാക്കിൽ നിറഞ്ഞു നിന്ന ഈ ആദിദേവിനെ വർഷങ്ങളായി മോഹിക്കുന്നവളായി ഈ വസുമതി. ആ എന്നെയല്ലാതെ മറ്റാരുണ്ടാതി നിന്റെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ. സ്വന്തമാക്കും ഞാൻ, അധികം വൈകാതെ തന്നെ. സ്വയം പറഞ്ഞുകൊണ്ടൊരു ചിരിയോടെ വാസുകി താഴേക്ക് പോയി. മൈയുടെ അമ്മയെ കണ്ട് മൂന്നുപേർക്കും വല്ലാത്ത സന്തോഷം തോന്നി. നല്ല ഐശ്വര്യം തുളുമ്പുന്ന മുഖം. മക്കളെക്കുറിച്ച് ഇവനിവിടെ വന്ന് പറയും. അപ്പോഴേ അമ്മ കൊതിച്ചതാ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ. അതുകൊണ്ട് തന്നെയല്ലേ അമ്മ ഞങ്ങൾ വന്നേ? പാർവതി ഒരു ചിരിയോടെ പറഞ്ഞു. അല്ല, ഈവൻ പറഞ്ഞു നിങ്ങൾ നാളെ ട്രിവാൻഡ്രം പോവാണെന്ന്. ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരുമല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം വരും, അവധിയല്ലേ, അപ്പോഴൊക്കെ വരും. കുറച്ചു നേരം മൈയുടെ അമ്മയുമായി സംസാരിച്ചിരുന്നവർ. അതെ, അപ്പോൾ വായോ, കഴിക്കാനിരിക്കാം. അവർ വിളിച്ച് മൈയുടെ ഡൈനിങ് ഏരിയയിലേക്ക് ചെന്നു. എന്താ ഇതൊക്കെ? മൂന്നുപേരും ടേബിളിൽ നിരത്തി വെച്ച ഭക്ഷണത്തിലേക്ക് നോക്കി ചോദിച്ചു. ഇതെന്താ കണ്ടിട്ട് തോന്നുന്നു, ഇരിക്ക്, എന്നിട്ട് വയറു നിറയെ കഴിക്ക്. എന്തിനാ മയ്യേട്ടി വയ്യാത്ത അമ്മയെ കൊണ്ട് ഇതൊക്കെ? ഇരുന്ന് കഴിക്കുക മക്കളെ, ഇതൊന്നും ഞാനല്ല, നിങ്ങൾ വരുന്ന സന്തോഷം കൊണ്ട് രാവിലെ മുതൽ ഇരുന്ന് തുടങ്ങിയതാ ഇവൻ. മഹിയുടെ അമ്മ പറയുന്ന കേട്ട് മൂന്നുപേര് ആശ്ചര്യത്തോട് നോക്കി. മഹി, എന്തിനാ മയ്യേട്ട ഇതൊക്കെ? നിങ്ങളിരുന്ന് കഴിക്ക്, ഇതൊക്കെ എൻ്റെ സന്തോഷമല്ലേ. എന്നാൽ ഇത് കുറച്ച് കൂടിപ്പോയി. ഒരു കൂടുതലുള്ള പർവതി, നിങ്ങളിരുന്ന് കഴിക്ക്. പല്ലവി, നിനക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഉണ്ട്, അത് ഊണയിട്ട് തരാം. അത് കൊള്ളാം, എന്നാ ഞാൻ വേഗം കഴിക്കട്ടെ. പല്ലവി കൈ കഴുകി വേഗം ടേബിളിലേക്ക് ഇരുന്നു. മയ്യേട്ടാ നിങ്ങളിരിക്കും, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനോ? പാർവതി പറയുന്നതോടൊപ്പം മൈയുടെ അമ്മയും പിടിച്ച് കൂടെ ഇരുത്തി. ഓരോ തമാശകൾ പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് മൂന്നുപേരും. അല്ല, നിങ്ങൾ നാളെ രാത്രിയല്ലേ പോകുന്നത്? അല്ല മയ്യേട്ടാ, ആദ്യം രാത്രി പോകാമെന്നാ കരുതി, പിന്നെ രാവിലെ പോകാമെന്ന് കരുതി. മറ്റന്നാൾ അവിടെ ജോയിൻ ചെയ്യണം. രാത്രി പോയാൽ രാവിലെ അവിടെ എത്തി, പിന്നെ ജോയിൻ ചെയ്യാൻ പോകേണ്ട നേരെ. അപ്പം ഞങ്ങൾ നാളെ രാവിലെ പുലർച്ചെ പോകും. ഓ അത് ശരി, അപ്പം ഇനി ഇതിലൊക്കെ വരുമ്പോൾ കാണാം അല്ലേ? അതെ. അല്ല, മാഷിന് ഞങ്ങൾ പോകുന്ന അത്രയ്ക്ക് വിഷമമുണ്ടോ? കീർത്തി ചിരിയോടെ ചോദിച്ചു. അതെന്താ കീർത്തി അങ്ങനെ? എനിക്ക് വിഷമില്ലാണ്ടിരിക്കുമോ? ചെറുതായിട്ട്. അപ്പം ഞങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ പാർവതി? കീർത്തി പറയുന്ന കേട്ട് പാർവതി മഹീനോയി ചിരിച്ചു. ഏതായാലും മയ്യേട്ടന് കിട്ടുന്ന കുട്ടി ഭാഗ്യവതിയാ അല്ലേ അമ്മ? പല്ലവി മൈയുടെ അമ്മയോട് പറഞ്ഞു. അല്ല, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം മയ്യേട്ടനെ. അത് നീ പറഞ്ഞ ശരിയാ പല്ലവി. വാദ്യാര് പണി മാത്രമല്ല, പാചകം നമ്മുടെ മാഷിന് വശമുണ്ട്. കീർത്തിയും പറയുന്ന കേട്ട് മഹി പുഞ്ചിരിയോടെ പാർവതിയെ നോക്കി. എന്നാ ഞങ്ങൾ പോട്ടെ, ഇനി പിന്നെ വരാം. ഇത്ര പെട്ടെന്ന് പോണോ മക്കളെ?
പോട്ടേമേ, നാളെ പോകുമ്പോഴേക്കെല്ലാം റെഡിയാക്കണം. ആ എന്നാ മക്കൾ ശരി. ഇനി നാട്ടിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം കേട്ടോ. തീർച്ചയായിട്ടും വരാം. എന്നാ ഞങ്ങൾ ഇറങ്ങാം. മയ്യേട്ടാ പോട്ടെ. ശരി, ഇനി വരുമ്പോൾ കാണാം. ഒന്ന് മൂളിക്കൊണ്ട് 3 പേരും മൈയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. തിരിച്ച് തറവാട്ടിലെത്തിയതും മുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ സന്തോഷത്തോടെ പാർവതി അകത്തേക്ക് ഓടി. ഹാളിൽ പൂർണിമയോടും കൃഷ്ണമൂർത്തിയോടും സംസാരിച്ചിരിക്കുന്ന വസുന്ധരാദേവിയെ കണ്ട് പുഞ്ചിരിയോടെ ഓടിച്ചെന്ന് വാരിപ്പുണർന്നു. അച്ഛമ്മേ. ആഹാ, അച്ഛമ്മയുടെ മക്കള് വന്നോ? അമ്മ പറഞ്ഞു ഏതോ സുഹൃത്തിന്റെ വീട്ടിൽ പോയതാണെന്ന്. അതെ, മഹിയേട്ടൻ ആളൊരു മാഷ, ഇവിടുത്തെ LP സ്കൂളിൽ. അത് ശരി. അച്ഛമ്മ ഇന്നലെ വരുന്ന വിചാരിച്ച്. പാർവതി അച്ഛമ്മയുടെ മടിയിൽ തലയഴിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നലെ ഇറങ്ങണമെന്ന് കരുതിയതാ. കുറച്ച് ദിവസങ്ങളായി നെഞ്ചിൽ ചെറിയ വേദന പോലെയൊക്കെ, ചെറിയൊരു അസ്വസ്ഥതയും. അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. തിരിച്ചെത്തിയപ്പോൾ വല്ലാത്ത ക്ഷീണം. അതാ കുട്ടി വരാണ്ടിരുന്നേ. അയ്യോ, എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? നീ ടെൻഷൻ ആവേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്നാ. മരുന്നും തന്നു. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കുട്ടി. എന്നാലും നല്ലോണം ശ്രദ്ധിക്കണേ അച്ഛമ്മേ. ഓ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ദാ മോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയേ പറഞ്ഞുകൊണ്ട് പാർവതിയുടെ കയ്യിലേക്ക് കുറച്ച് കവറുകൾ വെച്ച് കൊടുത്തു. അയ്യോ, ഇതൊക്കെ എന്തിനാ അച്ഛമ്മേ? എൻ്റെ പാറു, നാളെ നീ പോവല്ലേ? ഇനി ഓഫീസിലെത്തിയാൽ നീ ഇവിടുന്ന് ഇട്ടിടക്കുന്ന പോലെ ഈ ധാവണി എടുത്ത് നടക്കാൻ പറ്റുമോ? അപ്പം മോൾക്ക് വേണ്ടി കുറച്ച് നല്ല ഐറ്റം ചുരിദാർ വാങ്ങിച്ചു. അച്ഛമ്മ, ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ആ, അതിൻ്റെ കൂടെ ഇതും കൂടെ വെച്ചു. എന്നും ഇടാനുള്ളതല്ലേ. എന്നാലും എന്തിനാ അച്ഛമ്മ വെറുതെ? തേവെണ്ണേ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നീ. പോയി ഇതൊക്കെ പാകല്ലേ നോക്ക്. വസുന്ധര പറഞ്ഞതും പാർവതി എല്ലാം എടുത്ത് മുറിയിലേക്ക് പോയി. പല്ലവി ചിരിയോടെ കൂടെ നടന്നു. മോളെ പല്ലവി, അച്ഛമ്മ വിളിക്കുന്നതായിട്ട് പല്ലവി തിരിഞ്ഞു നോക്കി. ദാ ഇത് മോൾക്കുള്ളതാ. ചേച്ചിക്ക് 2 എണ്ണം കൂടുതലുണ്ട്. അവൾ ഓഫീസിൽ പോവല്ലേ. എന്തിനാ അച്ഛമ്മ ഇതൊക്കെ? കഴിഞ്ഞ അവിടെ വന്നപ്പോൾ കൊണ്ടുവന്ന് എടുത്തിട്ടില്ല. ആ, അത് സാരല്ല, പറ്റുമ്പോൾ ഇട്ടാ മതി. അച്ഛമ്മ ഉള്ളപ്പോഴല്ലേ അച്ഛമ്മക്ക് ഇതെല്ലാം വാങ്ങിത്തരാൻ കഴിയും. മോള് ചെന്ന് ഇട്ട് നോക്ക് പറഞ്ഞുകൊണ്ട് വസുന്ധര അവളുടെ കയ്യിലേക്ക് 2 കവർ വെച്ച് കൊടുത്തു. ഡ്രസ്സെല്ലാം പാകമായിരുന്നു. പാർവതി കൊണ്ടുപോകാനുള്ള ബാഗിൽ അതും കൂടെ ഒരുക്കി വെച്ചു. മോളെ പാറു. ആ അച്ഛമ്മേ. പാർവതി അച്ഛമ്മയുടെ മുറിയിലേക്ക് വിളിച്ചിരുത്തി. അപ്പം നാളെ മോൾ ഇവിടുന്ന് പോവും. ഇനി ആഴ്ചയിൽ ഒരിക്കൽ വരുമ്പോൾ ഈ അച്ഛമ്മയെ വിളിക്കാൻ മറക്കരുതേ. എൻ്റെ അച്ഛമ്മയെ ഞാനങ്ങനെ മറക്കും? ദേ, ഇത് അച്ഛമായി തന്ന ഫോണാ. ഇതിൽ അച്ഛമ്മയുടെ നമ്പർ ഞാൻ സേവ് ആക്കിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ ഇന്നും ഞാൻ എൻ്റെ അച്ഛമ്മയെ വിളിക്കും. ഞാൻ നോക്കട്ടെ. അച്ഛമ്മ കണ്ടോ? ഒരു പുഞ്ചിരിയോടെ അവൾ അച്ഛമ്മയുടെ തോളിൽ ചാരി. പിന്നെ മോളെ പാറു. എന്താ അച്ഛമ്മേ? ദാ ഇതിനി മോളുടെ കയ്യിലിരിക്കട്ടെ. വസുന്ധര ഒരു ചെറിയ പെട്ടി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതെന്താ അച്ഛമ്മേ? മോള് തുറന്നു നോക്ക്. പാർവതി സംശയത്തോടെ തുറന്നു നോക്കി. അതിലൊരു ചെറിയ രുദ്രാക്ഷമാലയായിരുന്നു. അച്ഛമ്മേ, ഇത് മോളുടെ അച്ഛൻ്റെയാ, എൻ്റെ മഹാദേവൻ്റെ. അന്ന് അവൻ ആ വീട് വിട്ടു പോയ ദേഷ്യത്തിൽ അവൻ്റെ ഏട്ടന്മാരും അച്ഛനും എല്ലാവരും ചേർന്ന് അവൻ്റെ എല്ലാം കത്തിച്ച് കളഞ്ഞു. കുഞ്ഞിനെ അവൻ കഴുത്തിൽ കെട്ടിക്കൊണ്ട് നടന്നിരുന്നതായത്. ആ വീട്ടിൽ അവൻ ഉപയോഗിച്ച് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ്. ഇനി ഇത് മോള് സൂക്ഷിച്ചു വെച്ചേക്ക്. എവിടെ പോയാലും എപ്പോഴും അച്ഛൻ കൂടെ ഉണ്ടാവും. മോള് പേടിക്കണ്ട. അച്ഛമ്മേ. നിറഞ്ഞ മിഴികളോടെ പാർവതി അച്ഛമ്മയെ കെട്ടിപ്പുണർന്നു. അച്ഛമ്മേ, ഇന്ന് എൻ്റെ കൂടെ നിൽക്കൂ. അതിനെന്താ, ഇന്ന് എൻ്റെ മോളുടെ കൂടെ എന്ന്. നാളെ മോളെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് അച്ഛമ്മ പോവും. പാർവതിക്ക് അച്ഛമ്മ പറയുന്നേട്ട് വല്ലാത്ത സന്തോഷം തോന്നി. പുലർച്ചെ പോവാനുള്ളതുകൊണ്ട് എല്ലാം ഒരുക്കി നേരത്തെ അത്താഴം കഴിച്ച് കിടന്നിരുന്നു. അച്ഛമ്മയുടെ ഒരു വശത്ത് പാർവതിയും ഒരു വശത്ത് പല്ലവിയും ഓരോ തമാശ പറഞ്ഞ് ചിരിച്ച് കിടക്കുന്നവരെ കണ്ട് ഭവാനിയമ്മക്കും കൃഷ്ണപ്രിയക്കും അത്രയ്ക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പാർവതി അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. സ്റ്റിക്ക് പിടിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന കൃഷ്ണമൂർത്തിയെ കണ്ടു. അച്ഛനെ എഴുന്നേറ്റോ? ആ, എൻ്റെ മോള് പോകുമ്പോൾ അച്ഛൻ എങ്ങനെയാ ഉറക്കം വരുന്നത്? മോള് റെഡിയായോ? അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ, അവര് വന്ന് നന്നായി. അച്ഛന് മോളുടെ കൂടെ യാത്രയാക്കാൻ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വയ്യാത്ത കാലം വെച്ച് എങ്ങനെയാ? അച്ഛൻ മോളുകൊണ്ട് മോൾക്ക് സന്തോഷമാവുമല്ലോ. പാർവതി ഒരു ചിരിയോടെ മൂളിക്കൊണ്ട് മുറിക്കുള്ളിലേക്ക് നോക്കി. ആരെയാ മോള് നോക്കുന്നത്? അമ്മയാണോ? ഒന്ന് മൂളിക്കൊണ്ട് തലതാഴ്ത്തി പാർവതി. മോളെ, എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അവൾക്ക് നീ മകള് തന്നെയാ. എത്രയൊക്കെ അകൽച്ച കാണിക്കാൻ നോക്കിയാലും ഉള്ളിലൊരു തരിയെങ്കിലും സ്നേഹമില്ലാണ്ടിരിക്കുമോ? നേരത്തെ എണീറ്റ് അടുക്കളയിലേക്ക് പോയി. മോൾക്ക് ഇഷ്ടമുള്ള മസാല ദോശ ഉണ്ടാക്കുന്ന തിരക്കില്ല. കൃഷ്ണമൂർത്തി പറയുന്ന കേട്ട് പാർവതിക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഒരച്ഛ. ചെല്ല്.
പാർവതി നേരെ അടുക്കളയിലേക്ക് ചെന്നു. തിരക്കിട്ട പണിയിലാണ് പൂർണിമ. അടുത്താരോ വന്നിരിക്കുന്ന പോലെ തോന്നിയതും പൂർണിമ തിരിഞ്ഞു നോക്കി. ഒരു ലൈറ്റ് ബ്ലൂ കളർ ചുരിദാറിട്ട് കുളിച്ചൊരുങ്ങി നിൽക്കുന്ന പാർവതിയെ ഒരു നിമിഷം നോക്കി നിന്ന് പൂർണിമ. ആ റെഡിയായോ? ഇടറിക്കൊണ്ടുള്ള പൂർണിമയുടെ ചോദ്യം കേട്ട് അവളൊന്ന് മൂളി. ആ പിന്നെ ചായ ടേബിളിലെ ഫ്ലാസ്കിലുണ്ട്, അതിപ്പോൾ റെഡിയാവും. ഞാൻ പാക്ക് ചെയ്ത് തരാം. ട്രെയിനിൽ നിന്ന് കഴിച്ചാൽ മതി കേട്ടോ. കീർത്തി മോൾക്കുള്ളതുണ്ട്. പിന്നെ ദാ ഇതും കൂടെ ആ ബാഗിലേക്ക് വെച്ചേക്ക്. മോൾക്ക് ഇഷ്ടമുള്ള മാങ്ങാച്ചാറ്. ഇടയ്ക്ക് ചോറ് കഴിക്കുമ്പോഴൊക്കെ കൂട്ടാലോ. പാർവതിയുടെ മുഖത്തേക്ക് നോക്കാതെ ശബ്ദമിടറിക്കൊണ്ട് പറയുന്ന പൂർണിമയെ കണ്ട് പാർവതിക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ പുറത്തേക്ക് വന്നു. അമ്മയെന്ന് വിളിച്ച് പൂർണിമയെ കെട്ടിപ്പുണർന്ന് കവളിൽ നേർത്തൊരു ചുംബനം നൽകി. ഒഴുകി വരുന്ന കണ്ണുനീർ തുടച്ചു. പൂർണിമ നൽകിയ കവറെടുത്ത് മുറിയിലേക്ക് പോയി. അമ്മയെന്ന് വിളിച്ച് പാർവതി തന്നെ കെട്ടിപ്പുണർന്ന് നൽകിയ ചുംബനം ഒരമ്മ തന്റെ മകൾക്ക് കൊടുക്കേണ്ടത് താൻ അവൾക്ക് നിഷേധിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും അവളുടെ മനസ്സ് തന്നെ വെറുക്കുന്നില്ല. അത് ഒരമ്മയായിട്ട് പോലും താൻ അവളോട് ഈ നിമിഷം വരെ ചെയ്തത്. പല ചിന്തകളും പൂർണിമയുടെ മനസ്സിൽ ഉടലെടുത്തു. അവരുടെ ഇരുമിഴികൾ നിറഞ്ഞൊഴുകുന്ന മിഴികളെ തുടച്ച് അവർ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ബാഗെല്ലാം ഡിക്കിയിലേക്ക് വെച്ച് പാർവതി കൃഷ്ണമൂർത്തിയുടെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, ഞാൻ പോയി വരാം. പോയിട്ട് വാ മോളെ. എന്തുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. തിരിച്ചിങ്ങോട്ട് പോന്നേക്കണം. ശരി അച്ഛാ. പല്ലവി, ചേച്ചി പോയിട്ട് വരാം. ചേച്ചി, എനിക്ക് ചേച്ചിയെ വല്ലാണ്ട് മിസ്സാവും. പറയുന്നതിനോടൊപ്പം പൊട്ടിക്കരഞ്ഞു പല്ലവി. അവളെ ആശ്വസിപ്പിച്ച് വാതിൽപ്പടിയിൽ ചാരിന്ന് അവൾ നോക്കുന്ന പൂർണിമയെ നോക്കി. അമ്മേ, ഞാൻ പോയിട്ട് വരാം. അച്ഛമ്മേ. തോണിയിൽ ചാരി നിൽക്കുന്ന ഭവാനിക്ക് നേരെ തിരിഞ്ഞു വിളിച്ചതും അവർ മുഖം തിരിച്ചു. അപ്പച്ചി, പോയിട്ട് വരാം. ഒന്ന് ഗോഷ്ടി കാണിച്ച് അവരും മുഖം തിരിച്ചു. എങ്ങോട്ട് പോയാലും എന്താ, അവിടെ മുടിക്കാനല്ലേ പോകുന്നു. ഭവാനിമ പാർവതിയെ നോക്കി ഉറക്കെ പറഞ്ഞു. മോളെ പാറു, നീ ചെന്ന് വണ്ടി കയറിക്കും. പുറത്ത് കീർത്തി അച്ഛനൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ഇനി വൈകിക്കേണ്ട. അർഹതപ്പെട്ടവരോട് യാത്ര പറയേണ്ട കാര്യമുള്ളൂ മോൾക്ക്. ശരി. വസുന്ധര ഭവാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം എല്ലാവരോടും പറഞ്ഞ് കാറിലേക്ക് കയറി. തറവാടിന്റെ ഗേറ്റ് കടന്ന് കാറ് പോകുന്നു നിറഞ്ഞ മിഴികളോട് നോക്കി നിന്നു പല്ലവി. ഹാളിലെ ജനൽപ്പാളിയുടെ പൂർണിമയും നോക്കിക്കൊണ്ട് തന്റെ ഇരുമിഴികളും തുടച്ചു നീക്കി. അച്ഛമ്മയോടും കീർത്തിയുടെ അച്ഛനോടെല്ലാം യാത്ര പറഞ്ഞ് ഇരുവരും ട്രെയിനിൽ കയറി. അവരുടെ കൂടെ അവരെ ഹോസ്റ്റലിലാക്കാനുമെല്ലാം കൂട്ടായി കീർത്തിയുടെ ഏട്ടൻ കാർത്തിക് കൂടെയുണ്ട്. ട്രെയിൻ എടുത്തും പോകുന്നവരെ വസുന്ധര അവിടെ തന്നെ നിന്നു. ട്രെയിനിൽ നിന്നും പാർവതി ചിരിയോടെ അച്ഛമ്മയെ നോക്കി കൈ കാണിച്ചു. അപ്പോഴാണ് അവരവരുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന രുദ്രാക്ഷമാല ശ്രദ്ധിച്ച്. അത് ചുറ്റി കയ്യിൽ കെട്ടിയിട്ടുണ്ട്. അത് കണ്ടതും അച്ഛമ്മയിൽ വല്ലാത്ത സന്തോഷം തോന്നി. എൻ്റെ മോളെ, അവൻ ഇന്നലെ എത്തിയിട്ടില്ല ഇവിടെ. എന്നിട്ട് ഇതുവരെ അവനായിട്ടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞോ നിനക്ക്? നീ നിന്റെ ഈ സൗന്ദര്യം കാണിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലു മോളെ. എൻ്റെ അമ്മേ, നമ്മൾ കരുതുന്ന പോലെ അത്ര എളുപ്പമൊന്നല്ല അത്. ഇന്നലെ ആ മുറിയിൽ കയറിപ്പോയതിന് അനുവാദമില്ലാതെ കയറിയത് എൻ്റെ മുഖത്തോക്കി പറഞ്ഞതാ മതി. അവനത്ര പെട്ടെന്നൊന്നും വളയുന്ന കരുതണ്ട അമ്മേ. പക്ഷേ ഈ വസുമതി ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതറ്റം വരെ ചെന്നിട്ടാണെങ്കിലും നേടിയിരിക്കും. ആദിദേവൻ ഈ വസുമതിക്കുള്ളതാ. അതുപോലെ ആ നീല കൊട്ടാരവും. ഓ എൻ്റെ മോളെ, നീ പറയുന്ന കേട്ടിട്ട് എൻ്റെ അമ്മ സ്വപ്നലോകത്ത് എത്തിയ പോലെയാ. എങ്ങനെയെങ്കിലും മോൾ അവൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടാൻ നോക്ക്. അമ്മ നോക്കിക്കോ, വെറും വിരലിലെണ്ണാവുന്ന ദിവസം കൊണ്ട് അവന് ഞാൻ എൻ്റെ ഈ സാരി തുമ്പിലിട്ട് കറക്കും. വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു വസുമതി. ഓനെ ആദി. യെസ് ഗ്രാൻഡ്മ. ദേ, എനിക്കൊട്ടും വയ്യ. അയ്യോ, വാട്ട് ഹാപ്പൻ ഗ്രാൻഡ്മ? എൻ്റെ ചെറുക്ക, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ. സോറി ഗ്രാൻഡ്മ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഓ, അതൊന്നും വേണ്ട. നീ ഞാനൊരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ചാൽ മാത്രം മതി. ദേ, ഇതെല്ലാം ഇവിടുത്തെ ദേവീക്ഷേത്രത്തിൽ ഞാൻ പൂജയ്ക്ക് കൊണ്ടുപോകാൻ നിന്നതാ. നീ ഇതെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് തൊഴുതിറങ്ങിയാൽ മതി. പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് ഒരു താലം നീട്ടി. വാട്ട്? നോ ഗ്രാൻഡ്മ, ഐ കാൻ ഡു ദിസ്. ആദി. ഗ്രാൻഡ്മ, പറ്റില്ല ഗ്രാൻഡ്മ. ഞാനും നന്ദനും കൂടെ നാളെ ഓഫീസിൽ ചാർജ് എടുക്കും. അതിന് മുന്നോടിയായിട്ട് വല്യച്ഛൻ്റെ കൂടെ ഒന്നെല്ലാം ചോദിച്ചറിയണം. ആയിക്കോട്ടെ. നീ ഇവിടുന്ന് പോകും മുമ്പ് എൻ്റെ കൂടെ ക്ഷേത്രവും പൂജ എല്ലാത്തിനും കൂട്ടിയിരുന്നവനാ. ഇപ്പം നീ ആശേ കണ്ടല്ലോ, വിദ്യാഭ്യാസവും പണവും പ്രശസ്തിയെല്ലാം നേടിക്കൊടുത്തു മോന്. ദൈവവിശ്വാസം അത് പൂർണ്ണമായിട്ട് അങ്ങ് ഇല്ലാതാക്കിയല്ലേ. അമ്മയ്ക്കറിയാലോ, ഇവനെയും കൊണ്ട് ഞങ്ങൾ ആദ്യത്തേത് പാരീസിലാണ്. അവൻ്റെ പഠിത്തവും കൂട്ടുകെട്ടും എല്ലാം അവനിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പണ്ട് അമ്മയുടെ കൂടെ വിരൽ പിടിച്ച് അമ്പലത്തിൽ നടന്ന പഴയ ആദ്യമല്ലവൻ. മതി, ഇനി ഒന്നും പറയേണ്ട ആശേ. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ഞാൻ തന്നെ പൊയ്ക്കോളാം. മുത്തശ്ശി താരം കയ്യിലെടുത്ത് കാല് ഏച്ചു വലിച്ച് പതിയെ നടന്നു. മുത്തശ്ശി നടക്കുന്ന കണ്ട് ആദിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഓ ഗ്രാൻഡ്മ. പൽനിർമ്മിക്കൊണ്ടാവും മുത്തശ്ശിയുടെ മുമ്പിലായി ചെന്നിന്ന് കയ്യിൽ നിന്ന് ആ താരം പിടിച്ചു വാങ്ങി. ഞാൻ കൊണ്ടെടുത്തോളാം ഗ്രാൻഡ്മ.
വേണ്ട, ആരും ഇഷ്ടമല്ലാതെ ഒന്നും ചെയ്യണ്ട. മുത്തശ്ശി വിഷമത്തോടെ മുന്നോട്ട് നടക്കാൻ നിന്നു. കുഞ്ഞുനാളിൽ കുറുമ്പ് കാണിക്കുമ്പോൾ മുത്തശ്ശിയോട് പറയുന്ന പോലെ തന്നെ തൻ്റെ ഇരുചെവിയിലും പിടിച്ചു. സോറി ഗ്രാൻഡ്മ, പ്ലീസ്. എത്രയൊക്കെ വലുതായിട്ടും തന്നെ മുമ്പിൽ കൊച്ചു കുഞ്ഞിനെ പോലെ പറയുന്ന ആദിയെ കണ്ട് മുത്തശ്ശിക്ക് ചിരി വന്നു. ഓ മൈ ഗോഡ്, ഗ്രാൻഡ്മ സ്മൈൽ ഈസ് സോ ബ്യൂട്ടിഫുൾ. വേണ്ട വേണ്ട, ഭാഷ അറിയില്ലേ ഇപ്പൊ പറഞ്ഞ നീ എന്നെ സൂയിപ്പിക്കാൻ പറഞ്ഞാണെന്നൊക്കെ. ദേ ഈ മുഖം കണ്ടാൽ അറിയാം. സോ ഫണ്ണി ഗ്രാൻഡ്മ. ദേ എന്താ ഈ ഗ്രാൻഡ്മയ്ക്ക് വേണ്ടി? ഈ ആദിദേവൻ ക്ഷേത്രത്തിലേക്ക് പോവാ 20 വർഷങ്ങൾക്ക് ശേഷം. നന്ദാ, നമുക്ക് പോകും വഴി ഇതും കൂടെ ഏൽപ്പിച്ചു പോവാം. ആദി നന്ദനോട് പറഞ്ഞു. അവനും സമ്മതം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. മോനെ ആദി, പുറകിൽ നിന്ന് മുത്തശ്ശി വിളിച്ചതും ആദി തിരിഞ്ഞു നോക്കി. വാട്ട് ഹാപ്പൻ ഗ്രാൻഡ്മ? എൻ്റെ കുഞ്ഞെ, നീ അമ്പലത്തിൽ ഈ വേഷത്തിലാണോ പോകുന്നത്? മുത്തശ്ശി അവൻ്റെ ഡ്രസ്സിലേക്ക് നോക്കി ചോദിച്ചു. ലൈറ്റ് ബ്ലൂ ജീനും ഒരു വൈറ്റ് ബനിയനും അതിനു മുകളിൽ ലൈറ്റ് ബ്ലൂ ജീൻ കോട്ടും ഇട്ടിട്ടുണ്ട്. ഒരു വൈറ്റ് ഷൂവും. ആദി ഗ്രാൻഡ്മയുടെ മുന്നിലേക്ക് വന്നിരുന്നു. എൻ്റെ ഗ്രാൻഡ്മ, ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ദൈവങ്ങളെപ്പോലും ഒരിക്കലും ആഭരണിട്ട് തലയിലൊക്കെ വെച്ച് നടക്കാൻ പറ്റുമോ? പിന്നെ ഈ മുണ്ടും ഷർട്ട് ഉണ്ടെങ്കിൽ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത്ര ഇഷ്ടം മതി എൻ്റെ സരസ്വതി ദേവി. എനിക്ക് ഞാൻ തന്നെയാ ഗ്രാൻഡ്മ. എല്ലാം എല്ലാം ആദിദേവോ ഭവ എന്നല്ലേ ഗ്രാൻഡ്മ. ഒരു ചെറുപുഞ്ചിരിയോടെ പറയുന്ന ആദി ഇമ്മച്ചിമാ നോക്കി നിന്നു മുത്തശ്ശി. എൻ്റെ ഭഗവതി. മുത്തശ്ശി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മോനെ ആദി, ഇതൊക്കെ ആരാ? പുറത്ത് ആദിയുടെ കാറിനടുത്ത് നിൽക്കുന്ന ബ്ലാക്ക് ഡ്രസ് ധരിച്ച ഗാർഡ്സിനെ നോക്കി ചോദിച്ചു മുത്തശ്ശി. അത് മുത്തശ്ശി, എൻ്റെ ബോഡി ഗാർഡ്സാ. മുത്തശ്ശിയുടെ കൊച്ചുമോന് ശതകോടീശ്വരനല്ലേ? അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് ശരിയല്ല. പിന്നെ പ്രത്യേകിച്ച് അങ്ങ് ഡൽഹിയിൽ ഇവൻ ഈ ഗാർഡ്സിനെയും കൊണ്ട് പുറത്തിറങ്ങിയാൽ തന്നെ പെൺപിള്ളേര് ശർക്കരയിൽ ഈച്ച വന്ന് ഇരിക്കും പോലെയാ. നന്ദന ഒരു ചിരിയോടെ പറഞ്ഞു. ആദ്യം നന്ദനെ നോക്കി പല്ലിറുമി. എന്നിട്ടാണോ ഇവൻ അവരൊക്കെ അസുരെന്ന് വിളിക്കുന്നത്? അല്ല, മുത്തശ്ശിയുടെ ആര് പറഞ്ഞത്? എനിക്കറിയാം. അയ്യോ, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. പിന്നെ ബിസിനസ് അല്ലേ, അസൂയ കൊണ്ട് ചിലരൊക്കെ പറയുന്നല്ലേ. ശരി, എന്നാ ഇനി വൈകിക്കണ്ട, വേഗം ക്ഷേത്രത്തിലേക്ക് പോയിക്കോളൂ. ശരി മുത്തശ്ശി. നന്ദൻ ചിരിയോടെ പറഞ്ഞ് തിരിഞ്ഞു. അപ്പോഴും തന്നെ നോക്കുന്ന ആദിയെ കണ്ട് അവൻ വെളുക്കെ ചിരിച്ചു. നീ എന്നെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട മോനെ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് പെമ്പിളേരെ നിന്റെ പുറകെയാ. ദാറ്റ്സ് നാച്ചുറൽ. ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞു. അതൊക്കെ ശരിയാ, പക്ഷെ നിന്നിലാസുവിനെ എനിക്കല്ലേ അറിയും മോനെ. അവൻ ക്രിസ്റ്റഫർ. അവൻ്റെ ബാക്കി എപ്പോഴാണ് നമ്മുടെ നെഞ്ചത്തേക്ക് വരുന്നത് കണ്ടറിയാം. നന്ദനൊന്ന് ശ്വാസം എടുത്ത് പറഞ്ഞു. ആദ്യം നന്ദനെ ഇറങ്ങുന്ന കണ്ട് ഗൗതമി വേഗം വാസുകിയുടെ അടുത്തേക്ക് ചെന്നു. എടി, നീ ഇവിടെ കണ്ണാടിക്കുമ്പിൽ മെയ്ക്കൊണ്ടിരുന്നോ? പുറത്തേക്ക് പോവാ, അമ്മാവനെ ക്ഷേത്രത്തിലേക്ക് വിടുന്നുണ്ട്. ഇത് തന്നെയാ മോളെ ആദ്യത്തെ അവസരം. അമ്പലത്തിലേക്ക് മോൾ അവൻ്റെ കൂടെ പോകണം. തട്ടിയും മുട്ടിയൊക്കെ അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ ഉള്ളിലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം മോളെ. എൻ്റെ അമ്മ അതിനൊക്കെ സമയമുണ്ട്. ഈ വസുമതി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറ്റി എഴുതാൻ ദൈവം തമ്പുരാന് പോലും സാധിക്കില്ല. ആന്ന് ഇപ്പം നീ കൂടുതൽ പറയണ്ട. ഇപ്പം നീ ഇങ്ങോട്ട് വാ, ഞാനാ പറഞ്ഞേ. അതും പറഞ്ഞ് ഗൗതമി വസുവിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.